ദിലീപ് എന്ന് പറയുന്നത് ഇത്ര ബഹളം വെക്കേണ്ട കാര്യം എന്താ? ദൈവത്തിന് മുമ്പ് എല്ലാവരും സമന്മാരായിട്ടാണെന്നുണ്ടെങ്കിൽ ഓക്കെ. പക്ഷെ അങ്ങനെയാണോ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? ഇന്ന് ഞാൻ ദിലീപുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത കേട്ടു. ഈ വാർത്ത കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതൊന്നും റിയാക്ട് ചെയ്യേണ്ട കാര്യമില്ല. ശബരിമലയിൽ ദിലീപ് പോകുന്നു, VIP പരിഗണന കിട്ടുന്നു, പോലീസിന്റെ അകമ്പടി കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാവിലെ തൊട്ട് മീഡിയക്കാർ ദിലീപിന്റെ തലയിൽ കയറുന്ന രീതിയിലൊരു വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ വാർത്തയൊക്കെ കേട്ടാൽ നമ്മൾ വിചാരിക്കും ചരിത്രത്തിൽ ഇന്നേ വരെ എന്താ ശബരിമലയിൽ ഒരാൾ പോലും VIP പരിഗണനയിൽ വന്നിട്ടില്ല, ഫ്രണ്ടിൽ നിന്നിട്ട് സമയമെടുത്ത് തൊഴുതിട്ടില്ല, പോലീസിന്റെ അകമ്പടി കിട്ടിയിട്ടില്ല എന്നൊക്കെ രാവിലെ തൊട്ട് ദിലീപ് 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 വിട്ട കേസാണ്, വേണ്ടാന്ന് വെച്ച കണ്ടന്റാണ്. എന്നാലും പറയാം എന്ന് എനിക്ക് തോന്നി. കാരണം ചരിത്രത്തിൽ ദിലീപ് മാത്രമൊന്നുമില്ല ശബരിമലയിൽ VIP പരിഗണനയിൽ വന്നിട്ടുള്ളത്. നമ്മുടെ നാട്ടിലുള്ള മിനിസ്റ്റർമാർ, MLA മാർ, ദേവസ്വം വകുപ്പിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ, അല്ലെന്നുണ്ടെങ്കിൽ ഈ സിനിമാ മേഖലയിൽ തന്നെയുള്ള പലരും ശബരിമലയിൽ പോലീസിന്റെ അകമ്പടിയോടെയും അല്ലെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് സമയം എടുത്ത് വലിയ രീതിയിൽ തൊഴുതിട്ടുണ്ട്. നമ്മളൊക്കെ ശബരിമല പോയിട്ടുണ്ട്. എന്താണ് ശബരിമല എന്ന വ്യക്തമായ ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ശബരിമലയിൽ ചെന്ന് കയറുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്. സീസണിലാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുമാണ്. നടന്ന് മുകളിൽ ചെല്ലാൻ നേരത്ത് നല്ല ക്യൂ കാണും. ചില സമയത്ത് ക്യൂ കാണത്തുമില്ല. നമ്മൾ ക്യൂവിലൊക്കെ നിന്ന് തിക്കിത്തിരക്കി സമയം എടുത്ത് കാത്ത് നിന്ന് അവസാനം വിഗ്രഹത്തിൻ്റെ അടുത്തെത്തും. വിഗ്രഹം കണ്ടാൽ കണ്ടു, ഇല്ല തള്ളി അവർ മാറ്റിവിടും. നമ്മൾ തിരിച്ച് വീട്ടിൽ വരും. ഇതാണ് സാധാരണക്കാരൻ്റെ ശബരിമല എന്ന് പറയുന്നത്. VIP പരിഗണനയുള്ള ആൾക്കാരൊക്കെ ഫ്രണ്ടിൽ നിന്ന് ഇത് വർഷങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു ആചാരമാണ്. VIP പരിഗണനയുള്ള ആൾക്കാരൊക്കെ അവിടെ ഒന്ന് നിൽക്കാറുണ്ട്. ഇത്തരത്തിൽ ഇതുവരെ ദിലീപ് അല്ലാതെ വേറൊരാൾ പോലും ശബരിമലയിൽ VIP പരിഗണനയിൽ വന്ന് തൊഴാത്ത പോലെയാണ് നമ്മുടെ മീഡിയക്കാരൊക്കെ റിപ്പോർട്ട് ചെയ്തത്. സത്യം പറഞ്ഞാൽ കേരളത്തിലെ മീഡിയക്കാർക്ക് ദിലീപിനോട് എന്തോ മുൻവൈരാഗ്യം ഉണ്ടെന്ന് തോന്നുന്നു. അമ്മാതിരി റിപ്പോർട്ടിങ്ങാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മാതൃഭൂമി വന്നൊരു വാർത്ത എന്നോട് വായിച്ച് കേൾപ്പിച്ചു തരാം. ശബരിമലയിൽ VIP എത്തിയത് ജഡ്ജിയും നോർക്ക അംഗവും റിപ്പോർട്ട് തേടി ഹൈക്കോടതി എന്നുള്ള രീതിയിൽ ഡിസംബർ 6 ഇന്നത്തെ ഒരു റിപ്പോർട്ടാണ്. ദിലീപ് മാത്രമല്ലേ, ജഡ്ജിമാർ സഹിതം ഇങ്ങനെ വന്നിട്ടുണ്ട്. കുറെ നാളുകൾക്ക് മുമ്പ് ഞാനിവിടെ ആഡ് ചെയ്തേക്കാം, നമ്മുടെ ജയറാമും പാർവതിയും ഇവര് വന്നിട്ട് അവിടെ ശബരിമലയിൽ ആ ഫ്രണ്ടിൽ നിന്നിട്ട് സമയം എടുത്ത് നല്ല രീതിയിൽ തൊഴുന്ന വിഷ്വൽസ് ഒക്കെ ഇപ്പോഴും ഗൂഗിളിലും യൂട്യൂബിലും അവൈലബിൾ ആണ്. അപ്പം അതെന്താ VIP പരിഗണനയല്ലേ, VIP വിസിറ്റ് അല്ലേ? അതുപോലെ തെലുങ്കാണോ കന്നഡയാണോ സൂപ്പർ സ്റ്റാറുള്ള ചിരഞ്ജീവിയൊക്കെ വന്നിട്ട് ശബരിമലയിൽ ഫ്രണ്ടിൽ നിന്ന് തൊഴുതാണ്. പ്രധാനപ്പെട്ട നടന്മാർ പലരും ഹിന്ദിയിൽ നിന്നുള്ള അല്ലെങ്കിൽ മലയാളത്തിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ശബരിമലയിൽ വന്ന് വലിയ സമയം എടുത്ത് തൊഴുന്നതും പോലീസിന്റെ അകമ്പടിയോടെ അവർ പോകുന്നതൊക്കെ നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. ഇതിനകത്ത് ദിലീപിന് മാത്രം എന്തോ ഇത്ര പ്രശ്നം? ദിലീപ് എന്ന് കേൾക്കാൻ നേരം ഇത്ര കുരുപൊട്ടേണ്ട കാര്യം എന്താ? ഇതെല്ലാവരും കുറെ നാളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കലാപരിപാടിയാണ്. അപ്പം മാതൃഭൂമിയുടെ വാർത്ത ഞാൻ ജസ്റ്റ് വായിച്ചു കേൾപ്പിച്ചു. കൊച്ചി നടൻ ദിലീപിന് പുറമെ VIP പരിഗണനയോടെ പോലീസ് അകമ്പടിയിൽ വേറെയും ആളുകൾ ശബരിമല എത്തിയിരുന്നു എന്ന് റിപ്പോർട്ട്. ആലപ്പുഴ ജില്ലാ ജഡ്ജി KK രാധാകൃഷ്ണൻ, നോർക്കയുടെ ചുമതല വഹിക്കുന്ന KP അനിൽകുമാർ എന്നിവരാണ് മറ്റുള്ളത്. ഇവർക്കൊപ്പം വലിയൊരു കൂട്ടം ആളുകളും പോലീസ് അകമ്പടിയോട് സന്നിധാനത്ത് എത്തിയെന്നാണ് ശബരിമല ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ഹൈക്കോടതി ഫയൽ ചെയ്ത റിപ്പോർട്ടിൽ പറയുന്നത്. സന്നിധാനത്ത് എത്തിയ ദിലീപ്, KK രാധാകൃഷ്ണൻ, KP അനിൽകുമാർ എന്നിവർ ശ്രീകോവിലിന് മുന്നിൽ നിന്ന് തൊഴാനുള്ള അവസരം ഒരുക്കുകയും മറ്റുള്ളവർക്ക് ജനറൽ ക്യൂവിലൂടെ പോകാനുള്ള അവസരം നൽകുകയും ചെയ്തു എന്നാണ് എക്സിക്യൂട്ടീവ് ഓഫീസർ പറയുന്നത്. ഇവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന എല്ലാ ഗാർഡുമാരിൽ നിന്നും വിശദീകരണം നേടുമെന്നും ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്നത്. ഇതിനു ശേഷമായിരിക്കും നാളെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുക. ശബരിമല എല്ലാ ഭക്തരും ഒരുപോലെ ആയിരിക്കണമെന്ന് VIP ദർശനം പാടില്ലെന്നും ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ പച്ചയായ ലംഘനമാണിതെന്നും കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത്. അടിസ്ഥാനത്തിലാണ് സംഭവത്തിൽ ദേവസ്വം ബോർഡിനോട് കോടതി വിശദീകരണം തേടിയത്. സന്നിധാനത്തെ CCTV ദൃശ്യങ്ങൾ ഹാജരാക്കാനും ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട്. ശബരിമലയിൽ ആർക്കും പ്രത്യേക പരിഗണന നൽകരുതെന്ന് കോടതി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടെ എത്തുന്ന എല്ലാ ഭക്തരും സമന്മാരാണ്. എല്ലാവർക്കും വെർച്വൽ ക്യൂ വഴിയാണ് അവിടെ ദർശനം അനുവദിക്കുന്നത്. ആ രീതിക്ക് കാര്യങ്ങൾ നടക്കണമെന്ന് കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. വ്യാഴാഴ്ച രാത്രിയാണ് നടൻ ദിലീപ് ശബരിമലയിൽ ദർശനം നടത്തിയത്. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ദിലീപിനെ അനുഗമിക്കുകയും ശ്രീകോവിലിന് മുന്നിലെത്തിച്ച് ദർശനം നടത്തി പോകാനുള്ള അവസരം ഒരുക്കിയെന്നുമുള്ള ആക്ഷേപമാണ് ഉയർന്നു വന്നിട്ടുള്ളത്. പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് കോടതി. അതിന്റെ ഭാഗമായാണ് സന്നിധാനത്തെ CCTV വിഷ്വൽസ് ഒക്കെ പരിശോധിക്കുന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇതാണ് വിഷയം. ഇതിനു മുമ്പ് ദിലീപിന് മുമ്പ് പലരും വന്നിട്ടുണ്ട്, പലരും VIP പരിഗണനയിൽ വന്നിട്ടുണ്ട്, ജഡ്ജിമാർ ഉൾപ്പെടെ വന്നിട്ടുണ്ടെന്നുള്ള രീതിയിൽ മാതൃഭൂമിയുടെ വാർത്തയും വരുന്നുണ്ട്. പിന്നെ ദൈവത്തിന് മുമ്പ് എല്ലാവരും സമന്മാരൊക്കെ ആയിരിക്കണം. എന്നാൽ എങ്ങനെയാണോ എല്ലായിടത്തും നടക്കുന്നത്? ക്ഷേത്രത്തിലും ദൈവത്തിന്റെ അടുത്ത് നിന്ന് തൊഴാൻ പ്രത്യേകം ടിക്കറ്റ്, ദൂരെ നിന്ന് തൊഴാൻ പ്രത്യേകം ടിക്കറ്റ്, സാധാരണ ടിക്കറ്റ് എന്നുള്ള രീതിയിൽ പൈസ മേടിച്ചിട്ടുള്ള കലാപരിപാടി നടക്കുന്നുണ്ട്. ഇത് ആർക്കും അറിയാത്ത കാര്യമൊന്നുമല്ല, ഇതെല്ലായിടത്തും നടക്കുന്നുണ്ട്. പിന്നെ VIP ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ദിലീപ് ആയാലും അല്ലെങ്കിൽ മോഹൻലാൽ ആയാലും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വരാൻ നേരത്ത്, അത്യാവശ്യം അറിയപ്പെടുന്ന ആൾക്കാർ വരാൻ നേരത്ത് അവർക്ക് സെക്യൂരിറ്റി സ്വാഭാവികമായിട്ട് ഒരുക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയും ആൾക്കാർ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഇവർ വന്ന് നിൽക്കാൻ നേരത്ത് അവിടെ വലിയ രീതിയിൽ
ഇഷ്യൂ ഉണ്ടാവും. ഇത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. പിന്നെ VIP പരിഗണനയോട് നമ്മൾ യോജിക്കുന്നില്ല. പക്ഷേ ഇതുപോലെ ആൾക്കാർ വരുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ബാക്കിയുള്ള ആൾക്കാർ ഇങ്ങനെ നിൽക്കണം. വലിയ ആൾക്കാർ വന്ന് തിങ്ങി നിൽക്കുന്ന സ്ഥലമാണ്. ഇതിന്റെ ഇടയിൽ ഒരു ദിലീപിനെയോ മോഹൻലാലിനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താകും അവസ്ഥയെന്ന് ജസ്റ്റ് ആലോചിച്ചാൽ മനസ്സിലാവുന്ന കേസേ ഉള്ളൂ. അപ്പോൾ VIP പരിഗണന എന്നൊക്കെ പറഞ്ഞ് ദിലീപിന്റെ തലയിൽ എല്ലാവരും കൂടെ കയറുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതിന് മുമ്പ് പലരും വന്ന് നിന്ന് പോയിട്ടുണ്ട്. ജയനബി വന്നിട്ടുണ്ട്, ജയറാമും വൈഫും വന്ന് നിന്ന് നിൽക്കുന്ന കാണാം. അതുപോലെ തന്നെ ഹിന്ദിയിലുള്ള പ്രഭു നടന്മാര് അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാർ എല്ലാവരും വന്ന്, തമിഴ്നാട്ടിൽ നിന്നുള്ള പ്രഭു നടന്മാര്, പൊളിറ്റീഷ്യൻസ് എല്ലാവരും വന്ന് ഇവിടെ ഫ്രണ്ടിൽ നിന്നപ്പോൾ ആർക്കും ഒരു കുഴപ്പമില്ല. ദിലീപ് എന്ന് പറയുന്നതിന് ഇത്ര ബഹളം വെക്കേണ്ട കാര്യം എന്താ? ദൈവത്തിന് മുമ്പ് എല്ലാവരും സമന്മാരായിട്ടാണെന്നുണ്ടെങ്കിൽ ഓക്കെ. പക്ഷെ അങ്ങനെയാണോ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? അതിപ്പോ എല്ലാ വിഭാഗത്തിലും അങ്ങനെ തന്നെയാണ്. പ്രത്യേക പൈസ ഉള്ള ആൾക്കാർക്ക്, പ്രത്യേക സ്റ്റാറ്റസ് ഉള്ള ആൾക്കാർക്ക് എല്ലായിടത്തും ഫ്രണ്ടിൽ കയറാനുള്ള അവസരങ്ങളൊക്കെ കൊടുക്കാറുമുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു വിഷയം, ഈ ഇതുപോലുള്ള സെക്യൂരിറ്റി ഉള്ള അമ്പലങ്ങളിലും ദിലീപിനെ പോലുള്ള ആൾക്കാരൊക്കെ വെറുതെ നടന്നു പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ജസ്റ്റ് ആലോചിച്ചാൽ മനസ്സിലാവുന്ന കേസേ ഉള്ളൂ. ദിലീപിനെ പോലുള്ള ആൾക്കാർക്കിടയിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് ആലോചിച്ചാൽ മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. അവിടെ വലിയൊരു ബ്ലോക്ക് ഉണ്ടാവും, ബാക്കിയുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെ വെറുതെ എല്ലാവരുടെയും കൂടെ ക്യൂ നിർത്തിയിട്ട് എന്ത് കാര്യം എന്ന് തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്. വിഷയത്തിൽ എനിക്ക് ദിലീപിനെ മാത്രം കുറ്റപ്പെടുത്തുന്നതിനൊന്നും എനിക്ക് യോജിപ്പില്ല. ഇതിപ്പോ എല്ലാവരും ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇത് ചുമ്മാ ആൾക്കാർ ചൊറിയുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക.